കുറച്ച് പറഞ്ഞങ്ങോട്ട് വെച്ചിട്ടാണ് മതിയാക്കിയത്. അബ്നോർമൽ മോളിക്കുലർ മാസ്. മോളിക്കുലർ മാസ് കണ്ടുപിടിക്കുന്നതിന് നമുക്ക് തിയറട്ടിക്കൽ മെത്തേഡും ഉണ്ട്, എക്സ്പെരിമെന്റൽ മെത്തേഡുകളും ഉണ്ട്. തിയറട്ടിക്കലായിട്ട് മോളിക്കുലർ മാസ് കണ്ടുപിടിക്കുന്നത് അവരുടെ അറ്റോമിക് മാസുകൾ മോളിക്കുലർ ഫോമിൽ എഴുതിയിട്ട് അവരുടെ അറ്റോമിക് മാസുകൾ സമ്മപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? തിയറട്ടിക്കൽ വാല്യൂ കിട്ടും, മോളിക്കുലർ മാസ് കിട്ടും. എക്സ്പെരിമെന്റലായിട്ട് മോളിക്കുലർ മാസ് കണ്ടുപിടിക്കുന്നതിന് നമുക്ക് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ മെത്തേഡ് ഉണ്ട്, എലിവേഷൻ ബോയിലിംഗ് ഒരു മെത്തേഡ് ഉണ്ട്, ഡിപ്രഷൻ ഫ്രീസിംഗ് ഒരു മെത്തേഡ് ഉണ്ട്, ഓസ്മോട്ടിക് പ്രഷർ മെത്തേഡ് ഉണ്ട്. അപ്പൊ ഇതില് നമ്മളിങ്ങനെ എക്സ്പെരിമെന്റൽ മെത്തേഡ് വഴി മോളിക്കുലർ മാസ് കണ്ടുപിടിച്ച് വരുമ്പോൾ ചില സൊല്യൂട്ട്സിന്റെ കേസിൽ നോർമലി കിട്ടേണ്ട വാല്യൂവിൽ നിന്നും ഒത്തിരി വ്യത്യസ്തമായ വാല്യൂസ് കിട്ടും. ചിലപ്പോൾ ഭയങ്കര കൂടിയൊരു വാല്യൂ, ഇരട്ടി, 3 ഇരട്ടി, 4 ഇരട്ടി, ഇങ്ങനെ മൾട്ടിപ്പിൾസ് ആയിട്ട് വരും. നിയർലി മൾട്ടിപ്പിൾസ് വാല്യൂസ് കിട്ടും. ചിലപ്പോൾ നിയർലി ഫ്രാക്ഷണൽ വാല്യൂസ് ആയിട്ടായിരിക്കും കിട്ടുക. അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അബ്നോർമൽ മോളിക്കുലർ മാസസ്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു, അതാണ് നമുക്കിവിടെ പഠിക്കേണ്ടത്. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. കാരണം അതിൽ നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്, ആപ്ലിക്കേഷൻ ലെവലിലായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഞാൻ പറയുന്ന എക്സാമ്പിൾ ആയിരിക്കണമെന്നില്ല പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്, നിങ്ങൾ ലോജിക്ക് ഉപയോഗിച്ച് എഴുതേണ്ടതായിട്ട് വരും. അപ്പോൾ എന്തുകൊണ്ട് എന്ന് നോക്കാം നമുക്ക്. അതിനകത്തേക്ക് നമുക്ക് എക്സ്പെരിമെന്റൽ വാല്യൂസ് വഴി നമുക്ക് മോളിക്കുലർ മാസ് കണ്ടുപിടിക്കുമ്പോൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി മെത്തേഡ് വഴിയാണല്ലോ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇവിടെ കണ്ടില്ലേ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി P0 - PA, ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഡിനോമിനേറ്റർ ഫാക്ടർ ആയിട്ട് വന്നിരിക്കുന്നു. ഇവിടെ എലവേഷൻ ബോയിലിംഗ് പോയിന്റ് അതും ഡിനോമിനേറ്ററിൽ വന്നിരിക്കുന്നു. ഇവിടെ ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റ് അതും ഡിനോമിനേറ്റർ ഫാക്ടർ ആയിട്ട് വന്നിരിക്കുന്നു. ഇവിടെ ഓസ്മോട്ടിക് പ്രഷർ പൈ അതും ഡിനോമിനേറ്റർ ഫാക്ടർ ആയിട്ട് വന്നിരിക്കുന്നു. ദാറ്റ് മീൻസ് molecular mass and colligative property are inversely proportional. സബ്സ്റ്റൻസിന്റെ മോളിക്കുലർ മാസും കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എങ്ങനെ വന്നിരിക്കുന്നു? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിട്ട് വന്നിരിക്കുന്നു. അതായത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയുടെ വില കുറഞ്ഞാൽ മോളിക്കുലർ മാസ് എന്ത് ചെയ്യും? കൂടും, തിരിച്ചും സംഭവിക്കും. അപ്പോൾ എന്തുകൊണ്ട് അബ്നോർമാലിറ്റി വരുന്നു നോക്കാം നമുക്ക്. അങ്ങനെ അബ്നോർമാലിറ്റി വരുന്ന ഒരു കേസാണ് സോഡിയം ക്ലോറൈഡ് അഥവാ ഇതുപോലത്തെ സാധനം. സോഡിയം ക്ലോറൈഡിന്റെ ആക്ച്വലി മോളിക്കുലർ മാസ് വരേണ്ടത് എത്രയാണ്? 58.95 ആണ് വരേണ്ടത്. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ മെത്തേഡുകൾ വഴി ഏതെങ്കിലും വഴി കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് സോഡിയം ക്ലോറൈഡിന്റെ കേസിൽ കിട്ടുന്നത് ഏകദേശം 30 അല്ലെങ്കിൽ 29 ഒക്കെ ആയി. അത് കിട്ടേണ്ടുന്നതിന്റെ ഏകദേശം പകുതിയോ അതിനോടടുത്ത വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. എന്നാൽ ഗ്ലൂക്കോസിന്റെ കണ്ടുപിടിക്കുമ്പോൾ ഇതേ 180 തന്നെ കിട്ടും, വ്യത്യാസമൊന്നും വരുന്നില്ല. യൂറിയയുടെ കണ്ടുപിടിക്കുമ്പോൾ യൂറിയ NH2 CO NH2 എന്നാണ് അതിന്റെ ഫോർമുല. അതിന്റെ മാസ് വരുന്നത് 60 ആണ്. നമ്മൾ ഇതുവഴി കണ്ടുപിടിക്കുമ്പോൾ 60-60 സംഖ്യ തന്നെ കിട്ടും. എന്നാൽ ബെൻസോയിക് ആസിഡ് കണ്ടുപിടിക്കുമ്പോൾ 122 അല്ലേ കിട്ടേണ്ടത്. അത് ഏകദേശം 244, 241, 242 ഒക്കെ ആയിരിക്കും കിട്ടുക. ഇരട്ടിയോട് അടുത്തൊരു വാല്യൂ കിട്ടും. അപ്പൊ ചിലപ്പോൾ കൂടുതൽ വരും. കൂടുതൽ വരിക എന്ന് വെച്ചാൽ ഇരട്ടി, 3 ഇരട്ടി, 4 ഇരട്ടി അങ്ങനെയാണ് വരുന്നത്. അല്ലാതെ ഇച്ചിരി കൂടുതലല്ല. 122, 150, 160 അങ്ങനെയല്ല വരുന്നത്. ഏകദേശം മൾട്ടിപ്പിൾ വാല്യൂസിലോട്ട് വരും. അതുപോലെ കുറയാന്ന് പറയുമ്പോൾ ലേശം കുറയുകയല്ല ചെയ്തത്. കണ്ട, പകുതിയോളം കുറയുന്നു അല്ലെങ്കിൽ 1/3 കുറയുന്നു. ഇപ്പൊ നമ്മൾ കാൽസ്യം ക്ലോറൈഡിന്റെ കണ്ടുപിടിച്ചാൽ CaCl2 കണ്ടുപിടിച്ചാൽ കാൽസ്യത്തിന്റെ 40, ക്ലോറിൻ്റെ 35.5 × 2, 2 × 35.5. ഇപ്പൊ 71, 40, 111 വരേണ്ടത്. അതിന്റെ ഒരു 1/3 ആയിരിക്കും കിട്ടുക. ഒരു 35, 36 ഒക്കെ ആയിരിക്കും കിട്ടുക. അങ്ങനെ ഫ്രാക്ഷൻസ് ആയിട്ട് കുറഞ്ഞു വരുന്നു. എന്തുകൊണ്ട്? അതാണ് നമുക്കറിയേണ്ടത്. കേട്ടോ. അപ്പൊ ഇതിലേക്ക് സോഡിയം ക്ലോറൈഡിലേക്ക് പോകാൻ നമുക്ക് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് മനസ്സിലാക്കാം. സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്ന സൊല്യൂട്ട് വെള്ളത്തിൽ ലയിപ്പിക്കുമ്പോൾ നിങ്ങൾ ഇലക്ട്രോ കെമിസ്ട്രി എന്ന് ആലോചിച്ച്, സോഡിയം ക്ലോറൈഡ് ഇലക്ട്രോലൈറ്റ് അല്ലേ? അത് വെള്ളത്തിൽ ലയിക്കുമ്പോൾ എന്തായി? NaCl ആയിട്ടാണോ നിൽക്കുന്നത്? അത് Na+Cl- എന്നീ 2 അയോണുകളായി മാറും. അപ്പൊ നിങ്ങൾ ആഡ് ചെയ്ത വെള്ളത്തിനകത്ത് 100 സോഡിയം ക്ലോറൈഡ് മോളിക്യൂളാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പൊ അത് 200 എണ്ണമായി മാറി. 100 സോഡിയം അയോണും 100 ക്ലോറൈഡ് അയോണുമായി മാറി. ഇനി കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്നതിന്റെ ഡെഫിനിഷൻ ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ പർപ്പസ്ഫുള്ളി ഞാനൊരു വാക്ക് ഉപയോഗിച്ചു എന്ന് നിങ്ങളോട് പറഞ്ഞു. അതിനുള്ള റീസൺ നിങ്ങൾ പിന്നാലെ മനസ്സിലാക്കുമെന്നും പറഞ്ഞു. ഓർമ്മയുണ്ടോ? കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആർ പ്രോപ്പർട്ടീസ് ഓഫ് ഡൈലൂട്ട് സൊല്യൂഷൻസ് which depends on the number of moles of solute എന്നാണ് പുസ്തകത്തിൽ കിടക്കുന്നതെന്നും, എന്നാണ് ഞാൻ അതിനെ പർപ്പസ്ഫുള്ളി നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് സൊല്യൂട്ട് ഒന്ന് മാറ്റി എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പൊ പിടികിട്ടി അതിന് കാരണം എന്താ? നമ്മൾ 1 മോൾ സോഡിയം ക്ലോറൈഡ് എടുത്തതിനകത്ത് ലയിപ്പിച്ചു എങ്കിൽ യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്നത് 2 മോൾ പാർട്ടിക്കിൾസ് ആണ് ഉണ്ടാകുന്നത്. കാരണം സോഡിയം ക്ലോറൈഡ് പൂർണ്ണമായിട്ടും ഡിസോസിയേറ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക.
100% ഡിസോസിയേറ്റ് ചെയ്യില്ല. അതുകൊണ്ടാണ് ഈ 58ന്റെ നേരെ പകുതിയായി 29.25 വരുന്നതിന് പകരം 30-31 എന്നൊക്കെ വരുന്നത്. കംപ്ലീറ്റ് ഡിസോസിയേറ്റ് ചെയ്തിരുന്നുവെങ്കിൽ 29.25 തന്നെ വന്നേനെ. അപ്പൊ ഏകദേശം കംപ്ലീറ്റ് ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യുന്നു. അപ്പൊ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് നമ്മൾ എക്സ്പെക്ട് ചെയ്തത് 1 മോൾ സോഡിയം ക്ലോറൈഡ് മോളിക്യൂൾസ് ആണ് അവിടെ നമ്മൾ എക്സ്പെക്ട് ചെയ്തതെങ്കിൽ നമുക്ക് അവിടെ കിട്ടുന്നത് ഏകദേശം 2 മോൾ അയോൺസ് ആയിരിക്കും. അപ്പൊ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് അങ്ങനെ ഡബിൾ ചെയ്തു. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഡബിൾ ചെയ്തപ്പോൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഡബിൾ ചെയ്യും. ഇവിടെ നോർമലി വരുന്നതിന്റെ ഇരട്ടിയായിരിക്കും ഇവിടെ വരുന്നത്. അപ്പൊ മോളിക്കുലർ മാസ് നേരെ എന്താകും? പകുതിയാണ്. ഏകദേശം ഡബിൾ ചെയ്താൽ ഏകദേശം പകുതിയാകും. ഏകദേശം ട്രിപ്പിൾ ചെയ്താൽ ഏകദേശം 1/3 ഏകദേശം ക്വാർട്ടർപ്പിൾ ചെയ്താൽ ഏകദേശം ക്വാർട്ടറായിട്ട് മാറും. മനസ്സിലായോ? അപ്പൊ ചില സൊല്യൂട്ട്സിന്റെ കേസിൽ അബ്നോർമൽ ലോ വാല്യൂസ് വരാനുള്ള കാരണം മനസ്സിലായല്ലോ. അത്തരം സൊല്യൂഷൻ സ്റ്റേറ്റിൽ ഡിസോസിയേറ്റ് ചെയ്യും. ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് സൊല്യൂട്ട് ഇൻക്രീസ് ചെയ്യും, ഡബിൾ ചെയ്യും, ട്രിപ്പിൾ ചെയ്യും, ക്വാർട്ടർപ്പിൾ ചെയ്യും, അങ്ങനെ പോകും. അപ്പോൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി അതുപോലെ വേരി ചെയ്യും. അബ്നോർമൽ വാല്യൂസ് വരും കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിന്. അതുകൊണ്ട് തന്നെ മോളിക്കുലർ മാസ് അങ്ങനെയുള്ള കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിന് ഡിറ്റർമിൻ ചെയ്യുമ്പോൾ അബ്നോർമൽ ഫ്രാക്ഷണൽ വാല്യൂസിലേക്ക് കുറഞ്ഞു. എന്നാൽ ചില സൊല്യൂട്ട്സ് ഗ്ലൂക്കോസ്, യൂറിയ പോലുള്ള സൊല്യൂട്ട്സ് എന്ത് ചെയ്യില്ല? ഡിസോസിയേറ്റ് ചെയ്യില്ല, അവർ അസോസിയേറ്റ് ചെയ്യത്തുമില്ല. എന്നാൽ ഈ പറഞ്ഞ ബെൻസോയിക് ആസിഡിനെ പോലുള്ള സൊല്യൂട്ടുകൾ സൊല്യൂഷൻ സ്റ്റേറ്റിൽ പോകുമ്പോൾ ഡൈമറൈസ് ചെയ്യും. എന്താ ഡൈമറൈൻ എന്ന് വെച്ചാൽ അർത്ഥം 2 മോളിക്യൂൾസ് ചേർന്ന് ഒന്നായി മാറും. അപ്പൊ നമ്മൾ 1 മോൾ ബെൻസോയിക് ആസിഡ് എടുത്താൽ സൊല്യൂഷനാക്കി മാറ്റി കഴിയുമ്പം സൊല്യൂഷനിൽ യഥാർത്ഥത്തിൽ ഈ 1 മോൾ ബെൻസോയിക് ആസിഡിന്റെ മോളിക്യൂൾസ് എത്ര മോളായി കുറയും? ഹാഫ് മോൾസ് ആയി കുറയും. കാരണം 2 മോളിക്യൂൾ ഒട്ടിച്ചേർന്ന് ഒന്നായി മാറും. അപ്പൊ പാർട്ടിക്കിൾസിന്റെ എണ്ണം നേരെ പകുതിയായി. പാർട്ടിക്കിൾസിന്റെ എണ്ണം നേരെ പകുതിയായപ്പോൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി നേരെ ഹാഫായി. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി നേരെ ഹാഫായപ്പോൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി വഴി കണ്ടുപിടിച്ച മോളിക്കുലർ മാസ് നേരെ ഇരട്ടിയായി. കണ്ടോ? വളരെ പ്രധാനപ്പെട്ട ചോദ്യം ആണ് നമ്മൾ ഈ പഠിച്ചു വെച്ചത്. അപ്പൊ അബ്നോർമൽ മോളിക്കുലർ മാസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായല്ലോ. ചില സൊല്യൂട്ട്സിന്റെ മോളിക്കുലർ മാസസ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി വഴി ഡിറ്റർമിൻ ചെയ്യുമ്പോൾ അവർക്ക് തിയററ്റിക്കലി കിട്ടേണ്ട വാല്യൂവിനേക്കാൾ വളരെ കുറഞ്ഞ വാല്യൂ, വളരെ കൂടിയ വാല്യൂസ് ഒക്കെ വരാം. അങ്ങനെ വരുന്നത് ഏതുതരം സൊല്യൂട്ട്സിൽ എന്തുകൊണ്ട്? ചില സൊല്യൂട്ട്സ് സൊല്യൂഷൻ സ്റ്റേറ്റിൽ ഡിസോസിയേറ്റ് ചെയ്യും. അങ്ങനെയുള്ള കേസിൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ സൊല്യൂഷൻ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വളരെ വളരെ കൂടുതലായിട്ട് വരും. അപ്പോൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വളരെ വളരെ കൂടുതലായിട്ട് വരും. അപ്പോൾ മോളിക്കുലർ മാസ് നമുക്ക് കിട്ടേണ്ട നോർമൽ വാല്യൂവിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ ചെറിയ വാല്യൂസ് ആയിരിക്കും കിട്ടുക. എന്നാൽ വേറെ ചില സൊല്യൂഷൻ സ്റ്റേറ്റിൽ എന്ത് ചെയ്യും? ഒട്ടിപ്പിടിക്കും. ഡൈമറൈസ് ചെയ്യുകയോ ട്രൈമറൈസ് ചെയ്യുകയോ ടെട്രമറൈസ് ചെയ്യുകയൊക്കെ ചെയ്യും. അങ്ങനെയുള്ള കേസിൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് സൊല്യൂട്ട് എന്ത് ചെയ്യും? നേരെ കുറഞ്ഞു വരും. അപ്പോൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി കുറഞ്ഞു വരും. അതുവഴി കണ്ടുപിടിക്കുന്ന മോളിക്കുലർ മാസ് മൾട്ടിപ്പിൾസ് ആയിട്ട് വരും. ഇവിടെ കിട്ടിയോ? അപ്പോൾ ഇതാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി വഴി മോളിക്കുലർ മാസ് കണ്ടുപിടിക്കുമ്പോൾ അബ്നോർമാലിറ്റീസ് വരാനുള്ള കാരണം. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങളോട് ചോദിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കും, കാൽസ്യം ക്ലോറൈഡിന്റെ മോളിക്കുലർ മാസ് കണ്ടുപിടിച്ചപ്പോൾ തിയററ്റിക്കൽ വാല്യൂവിന്റെ 3ൽ നിന്നാണ് കിട്ടിയത്, അല്ലെങ്കിൽ ആ സംഖ്യ തന്നിരിക്കും ഏകദേശം. എന്തുകൊണ്ട്? അല്ലെങ്കിൽ സോഡിയം ക്ലോറൈഡിന്റെ കണ്ടുപിടിച്ച ഹാഫ് ഒന്നും എന്തുകൊണ്ട്? അലുമിനിയം സൾഫേറ്റിന്റെ കണ്ടുപിടിക്കുമ്പോൾ Al2SO4 thrice. അത് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 Al3+ അയോൺസും 3 SO4 2- അയോൺസുമായി മാറും. അപ്പൊ 5 അയോൺസ് ആയി മാറും. അപ്പൊ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് 5 ഇരട്ടിയായി മാറും. മോളിക്കുലർ മാസ് 5-1 കുറയും. ബെൻസോയിക് ആസിഡിനെ പോലുള്ള സാധനങ്ങൾ ചിലപ്പോൾ പോളിമറൈസ് ചെയ്യും സൊല്യൂഷൻ സ്റ്റേറ്റിൽ. അങ്ങനെ പോളിമറൈസ് ചെയ്യുന്നവരെ സംബന്ധിച്ച് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഫ്രാക്ഷൻസ് ആയി കുറയും. അപ്പോൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഫ്രാക്ഷൻസ് ആയി മാറും. അതുവഴി കണ്ടുപിടിക്കുന്ന മോളിക്കുലർ മാസ് മൾട്ടിപ്പിൾസ് ആയി മാറുകയും ചെയ്യും. ഇത് കിട്ടിയോ? അപ്പോൾ അബ്നോർമാലിറ്റി ഇൻ മോളിക്കുലർ മാസ് ഓർ അബ്നോർമാലിറ്റി ഇൻ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി മനസ്സിലായല്ലോ. അതിനുള്ള കാരണവും മനസ്സിലായല്ലോ. അപ്പോൾ അത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് തരും. അതിൻ്റെ ആൻസർ നിങ്ങൾ എഴുതേണ്ടതായിട്ട് വരും. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ ഒരേ ഒരു സാധനം കൂടെ പഠിക്കുമ്പോൾ ചാപ്റ്റർ കഴിയും. പക്ഷേ ചില ആപ്ലിക്കേഷൻ ലെവലിൽ നിങ്ങളുടെ നോർമൽ പ്രോബ്ലംസ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് കൂടെ വിട്ട് തന്നിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ലെവലിലുള്ള 1-2 പ്രോബ്ലംസ് കൂടെ ഇതിനകത്ത് ചെയ്യാനുണ്ട്. അത് നമ്മൾ ഡയറക്റ്റ് ക്ലാസ് വരുമ്പോൾ, നമ്മുടെ ലോക്ക്ഡൗണൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഡയറക്റ്റ് ക്ലാസ് വരുമ്പോൾ ആ 2 പ്രോബ്ലംസ് ഞാൻ ആ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ്. അപ്പോൾ അതിന് മുന്നേ ഇത് കംപ്ലീറ്റ് പഠിച്ചു വയ്ക്കുക.
ഇനി നമുക്ക് ലാസ്റ്റ് പഠിക്കാനുള്ള ആ ഒരു സാധനം കൂടെ പഠിക്കുമ്പോൾ ചാപ്റ്റർ ഒന്ന് അവസാനിക്കുക. സൊല്യൂഷൻസ് റെഡി ആയിട്ടിരിക്കുക. ടെസ്റ്റ് പേപ്പർ നിങ്ങൾ അവൈറ്റ് ചെയ്യുന്നുണ്ട് കേട്ടല്ലോ. ഗൂഗിളിൽ ടെസ്റ്റ് പേപ്പർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, അത് വെച്ച് നമുക്ക് ചെയ്യാം കേട്ടല്ലോ. അതിനോടൊപ്പം തന്നെ ഞാൻ ഇവരുടെ ഈ നമ്മുടെ അക്കാഡമിക് ലെവലിലുള്ള ക്വസ്റ്റ്യൻസും കൂടെ ഞാൻ വിട്ടുതരും. ടെസ്റ്റ് പേപ്പർ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യണം. അതുകൊണ്ട് കൃത്യമായി പഠിച്ചിട്ട് വേണം ഇരിക്കാനായിട്ട്. ഈ ആഴ്ച സൊല്യൂഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ടെസ്റ്റ് പേപ്പർ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഞാൻ ആ ലാസ്റ്റ് പോർഷൻ കൂടെ പഠിപ്പിച്ച് അവസാനിക്കും. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിപ്പിച്ചപ്പോൾ ഓസ്മോട്ടിക് പ്രഷർ പഠിച്ചപ്പോൾ വൺ ഓഫ് സൊല്യൂഷൻ ഇക്വേഷൻ പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെക്കുറിച്ച് പറഞ്ഞു. വൺ ഓഫിനാണ് കെമിസ്ട്രിയിൽ ആദ്യമായി നമ്മൾ പ്രൈസ് കിട്ടിയത്. വൺ ഓഫ് ഫാക്ടർ അതാണ് നമുക്ക് പഠിക്കുന്നത്. എന്താണ് വൺ ഓഫ് ഫാക്ടർ? അതിനെ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലെറ്ററാണ് ഐ. വൺ ഓഫ് ഫാക്ടർ കണ്ടുപിടിക്കാനുള്ള രണ്ട് ഫോർമുലയുണ്ട്. ഒന്ന് ഒബ്സർവ്ഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ബൈ നോർമൽ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി, OCP by NCP. നമുക്ക് കിട്ടിയ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി, നമുക്ക് കിട്ടേണ്ടിയിരുന്ന കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയും തമ്മിലുള്ള റേഷ്യോ വിളിക്കുന്ന പേരാണ് വൺ ഓഫ് ഫാക്ടർ ഐ. നമുക്ക് സോഡിയം ക്ലോറൈഡിന്റെ കേസിൽ നമുക്ക് കിട്ടിയ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി കിട്ടേണ്ടതിന്റെ ഏകദേശം ഇരട്ടിയായിരുന്നു. അപ്പൊ ഐയുടെ വാല്യൂ കിട്ടിയത് വളരെ കൂടുതലും കിട്ടേണ്ടിയിരുന്ന തീരെ കുറവുമായിരിക്കും. അപ്പൊ ഐയുടെ വാല്യൂ ഒന്നിനേക്കാൾ കൂടുതലായിരിക്കും. എന്നാൽ ചില കേസിൽ നമ്മൾ നേരത്തെ എഴുതിയിരുന്ന ബെൻസോയിക് ആസിഡിന്റെ കേസിലാണെങ്കിൽ കിട്ടേണ്ടിയിരുന്ന കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി കൂടുതലും കിട്ടിയതാണെങ്കിൽ തീരെ കുറവുമാണ്. അപ്പൊ ഐയുടെ വാല്യൂ ഒന്നിനേക്കാൾ കുറവായിരിക്കും. എന്നാൽ ഗ്ലൂക്കോസ്, യൂറിയ എന്നിവയുടെ കേസിൽ കിട്ടേണ്ടതും കിട്ടിയതും ഒക്കെ സെയിം ആയിരിക്കും. അപ്പൊ ഐയുടെ വാല്യൂ ഒന്നായിരിക്കും. ഇനി കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയും മോളിക്കുലർ മാസും തമ്മിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ ഇക്വേഷൻ നമ്മൾ തിരിച്ചും എഴുതിയാൽ മതി. മോളിക്കുലർ മാസ് വെച്ച് എഴുതുകയാണെങ്കിൽ I is equal to normal molecular mass divided by observed molecular mass. കിട്ടേണ്ടിയിരുന്ന മോളിക്കുലർ മാസും കിട്ടിയ മോളിക്കുലർ മാസും തമ്മിലുള്ള റിലേഷനാണ് എന്ത് ഐ എന്ന് വിളിക്കുന്നത്. അപ്പോൾ സൊല്യൂട്ട്സ് നോർമൽ ആണെങ്കിൽ ഐയുടെ വാല്യൂ ഒന്നായിരിക്കും. സൊല്യൂട്ട് ഡിസോസിയേറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ഐയുടെ വാല്യൂ ഒന്നിനേക്കാൾ കൂടുതലായിരിക്കും. സൊല്യൂട്ട് അസോസിയേറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ഐയുടെ വാല്യൂ ഒന്നിനേക്കാൾ കുറവായിരിക്കും. മനസ്സിലായോ? അപ്പോൾ എന്താണ് വൺ ഓഫ് ഫാക്ടർ? ഇറ്റ് ഈസ് റേഷ്യോ ബിറ്റ്വീൻ ഒബ്സർവ്ഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആൻഡ് നോർമൽ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. or it is the ratio between normal molecular mass and observed molecular mass. കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ അതിൻ്റെ വാല്യൂ എങ്ങനെ വേരി ചെയ്യും ഇത് നമ്മൾ അറിയണം. ഓക്കെ, ഇനി അയ്യും കൂടെ കയറ്റിക്കൊണ്ടുള്ള ഇക്വേഷൻസ്, ഓസ്മോട്ടിക് പ്രഷർ അതുപോലുള്ള മറ്റ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട ഇക്വേഷൻസും കൂടെ നമ്മൾ അവതരിപ്പിക്കുക. ഓക്കെ, ഐ വന്നാൽ അത്ര നമ്മൾ നേരത്തെ ഡെറൈവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇക്വേഷൻസിൽ എന്ത് മാറ്റം സംഭവിക്കും നോക്കാം. P0A മൈനസ് PA ബൈ P0A. ഓർമ്മയുണ്ടോ? റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്തിന് തുല്യമാണ്? XBക്ക് തുല്യമാണ്. ശരിക്കും I ഇൻറ്റു XBക്ക് തുല്യമാണ്. അപ്പോൾ നോർമൽ കേസിലാണ് XBക്ക് തുല്യമാകുന്നത്. ഡിസോസിയേറ്റ് ചെയ്യുകയോ അസോസിയേറ്റ് ചെയ്യുകയോ ചെയ്താൽ ഇതിൻ്റെ വാല്യൂ എന്ത് വരും? വ്യത്യാസം വരും. നേരത്തെ പറഞ്ഞ ഇക്വേഷനകത്ത് ഒരു ചെറിയ വ്യത്യാസം. ഐ ഇവിടെ വന്നാൽ എന്താണ് ആ ഇക്വേഷൻ വരുന്ന മാറ്റം എഴുതി വെച്ചിരിക്കുക. അതുപോലെ ഡെൽറ്റ ടി ബി ഈക്വൽ ടു KB ഇൻറ്റു M എന്നല്ലേ നമ്മൾ പഠിച്ചു വെച്ചിരുന്നത്. ശരിക്കും I ഇൻറ്റു KB ഇൻറ്റു M ആണ്. നോർമൽ സൊല്യൂട്ട്സിന്റെ കേസിലാണ് KB ഇൻറ്റു M എന്ന് എഴുതിയത്. ഇവിടെ ഡിസോസിയേറ്റ് ചെയ്യുകയോ അസോസിയേറ്റ് ചെയ്യുകയോ ചെയ്താൽ ഈ I ഇവിടെ വരും, അതിൻ്റെ വാല്യൂ ഇവിടെ വരും. അതിനനുസരിച്ച് ഡെൽറ്റ ടി ബി എന്ത് വരും? വ്യത്യാസം വരും. അല്ല, ഡെൽറ്റ ടി എഫ് ഇസിക്കൽ ടു KF ഇൻറ്റു M എന്നല്ലേ പഠിച്ചു വെച്ചിരുന്നത്. I ഇൻറ്റു KF ഇൻറ്റു M എന്ന് വരും. അതുപോലെ പൈ ഇസിക്കൽ ടു NB RT ബൈ V എന്നല്ലേ പഠിച്ചു വെച്ചിരുന്നത്. അവിടെയും ഐയുടെ ഫാക്ടർ വരും. അപ്പോൾ നോർമൽ ആണെങ്കിൽ ഐക്ക് പ്രസക്തിയില്ല. ഡിസോസിയേറ്റ് ചെയ്താൽ ഐയുടെ വാല്യൂ നമ്മൾ കണ്ടു കൂടുതൽ വരും അല്ലേ. അസോസിയേറ്റ് ചെയ്താൽ ഐയുടെ വാല്യൂ കുറഞ്ഞു വരും. ആ വാല്യൂ നമുക്ക് ഇവിടെ എഴുതുമ്പോൾ അതിനനുസരിച്ച് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ത് വരും? വ്യത്യാസം. കിട്ടിയോ? മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ സൊല്യൂഷനുകളിൽ ആർക്കാണ് ഏറ്റവും കൂടിയ ബൗലിംഗ് പോയിന്റ് നിങ്ങൾക്കൊന്ന് പറയാമോ? 1 മോളാർ NaCl എടുത്തു, 1 മോളാർ ഗ്ലൂക്കോസ്, 1 മോളാർ ബെൻസോയിക് ആസിഡ്. ഇതിലെ ഈ 3 സൊല്യൂഷനിൽ പിന്നെ വെള്ളമുണ്ട്, വെറും വാട്ടറുണ്ട്.
ഇതിൽ ഏത് സൊല്യൂഷൻ ആയിരിക്കും ഏറ്റവും കൂടിയ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയാമോ നമുക്ക്? സോഡിയം ക്ലോറൈഡിന്റെ കേസിൽ എന്ത് സംഭവിക്കും? ഡിസോസിയേറ്റ് ചെയ്ത് 2 അയോണുകളായി മാറും. 2 അയോണുകളായിട്ട് മാറുമ്പോൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയും അതുപോലെ 2 ഇരട്ടിയായി മാറും. കണ്ടോ? അപ്പോൾ ഡെൽറ്റ ടി ബി എന്ന് പറയുന്ന അവിടുത്തെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ബോയിലിംഗ് പോയിന്റ് ഉണ്ടാകുന്ന വർധനവ് കണ്ടോ? ബോയിലിംഗ് പോയിന്റ് വല്ലാതെ അങ്ങ് കൂടും. ഇവിടെയാണെങ്കിൽ ബോയിലിംഗ് പോയിന്റ് കൂടും. സൊല്യൂട്ട് ആഡ് ചെയ്തപ്പോൾ ബോയിലിംഗ് പോയിന്റ് കൂടിയിട്ടുണ്ട്. ഇവിടെ കൂടിയിട്ടുള്ള ബോയിലിംഗ് പോയിന്റ് 0.052 ആണ് ഇവിടെ കൂടിയിട്ടുള്ളത്. ഇവിടെയാണെങ്കിൽ 0.052ന്റെ ഇരട്ടി കൂടിയിട്ടുണ്ട്. ഇവിടെയാണെങ്കിൽ 0.052ന്റെ പകുതിയെ കൂടിയിട്ടുള്ളൂ. ഇവിടെയാണെങ്കിൽ ഒന്നും കൂടിയിട്ടുള്ള 100 ഡിഗ്രി തന്നെയായിരിക്കും. വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് 100 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. ഗ്ലൂക്കോസിന്റെ ബോയിലിംഗ് പോയിന്റ് 100.02 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. ഇവിടെയാണെങ്കിൽ അതിന്റെ ഇരട്ടി വരും. ഇവിടെയാണെങ്കിൽ അതിന്റെ പകുതിയെ കൂടുള്ളൂ. അപ്പോൾ ഏറ്റവും കൂടിയ ബോയിലിംഗ് പോയിന്റ് വന്ന ആർക്കായിരിക്കും? സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ ആയിരിക്കും. ഏറ്റവും കുറച്ച് ഫ്രീസിംഗ് പോയിന്റ് വന്ന ആർക്കായിരിക്കും? സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ ആയിരിക്കും. അതുകൊണ്ടാണ് മഞ്ഞുള്ള സ്ഥലങ്ങളിൽ റോഡിലേക്ക് മഞ്ഞിലേക്ക് മാറ്റാൻ ആരെ ഉപയോഗിക്കുന്നത്? സോഡിയം ക്ലോറൈഡ് ഉപയോഗിക്കുന്നത്. അതിനേക്കാൾ എഫക്റ്റീവ് ആയിരിക്കും കാൽസ്യം ക്ലോറൈഡ് ഉപയോഗിച്ചാൽ. കാരണം 1.86 അല്ലേ ഫ്രീസിംഗ് പോയിന്റിൽ വരുന്ന ഡിപ്രഷൻ വെള്ളത്തിന്റെ. ഫ്രീസിംഗ് പോയിന്റ് 1.86 ഡിഗ്രി കുറയുന്നതിന് പകരം സോഡിയം ക്ലോറൈഡ് ഉപയോഗിച്ചാൽ അതിന്റെ 2 ഇരട്ടി കുറയും. കാൽസ്യം ക്ലോറൈഡ് ഉപയോഗിച്ചാൽ അതിന്റെ 3 ഇരട്ടി കുറയും. ഇതാണ് ആപ്ലിക്കേഷനിലുള്ള ക്വസ്റ്റ്യൻസ്. ഇത് മനസ്സിലാക്കി ചെയ്യാൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. എൻട്രൻസ് ഇത്തരം ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പൊ ഞാൻ പറഞ്ഞത് ഇത്തിരി സ്പീഡ് കൂടി പോയോ എന്നോട് ഞാൻ പറയുന്നു. എന്താണ് വൺ കപ്പ് ഫാക്ടർ? ഒബ്സർവ്ഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി നോർമൽ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി തമ്മിലുള്ള റേഷ്യോ വിളിക്കുന്ന പേരാണ് വൺ കപ്പ് ഫാക്ടർ. അല്ലെങ്കിൽ നോർമൽ മോളിക്കുലർ മാസും ഒബ്സർവ്ഡ് മോളിക്കുലർ മാസും തമ്മിലുള്ള റേഷ്യോ വിളിക്കുന്ന പേരാണ് വൺ കപ്പ് ഫാക്ടർ. വൺ കപ്പ് ഫാക്ടർ ഐ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ. ഇനി വൺ കപ്പ് ഫാക്ടർ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി തമ്മിലുള്ള ബന്ധം. നോർമൽ കേസിൽ ഐക്ക് പ്രസക്തിയില്ല. അതുകൊണ്ടാണ് ഐ ഇല്ലാത്ത ഇക്വേഷൻസ് നമ്മൾ നേരത്തെ പഠിച്ചു വെച്ചത്. ഇപ്പൊ ഐയുടെ ചേർത്തുള്ള ഇക്വേഷൻസ് നമ്മൾ എഴുതി വെച്ച് കഴിഞ്ഞു. ഐയുടെ വില മാറുന്നതിനനുസരിച്ച് ഈ കണ്ട റിലേറ്റീവ് ലോവറിംഗിൽ വ്യത്യാസം വരും. എലിവേഷൻ ബോയിലിംഗ് പോയിന്റിൽ വ്യത്യാസം വരും. ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റിൽ വ്യത്യാസം വരും. ഓസ്മോട്ടിക് പ്രഷറിലൊക്കെ എന്തോരും വ്യത്യാസം വരും. അതുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇവിടെ ഇട്ടത്. ഇങ്ങനെ 4 സൊല്യൂഷൻസ് തന്നാൽ ആർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ബോയിലിംഗ് പോയിന്റ്? ആരായിരിക്കും പെട്ടെന്ന് ബോയിൽ ചെയ്യുന്നത്? പെട്ടെന്ന് ബോയിൽ ചെയ്യുന്നത് ഏറ്റവും ബോയിലിംഗ് പോയിന്റ് കുറഞ്ഞതായിരിക്കും. പെട്ടെന്ന് ബോയിൽ ചെയ്യുന്നത് കേട്ടല്ലോ. പിന്നീട് അപ്പോൾ ഏറ്റവും പെട്ടെന്ന് ബോയിൽ ചെയ്യുന്നത് ഇവിടെ വെള്ളമായിരിക്കും. അത് കഴിഞ്ഞാൽ ബെൻസോയിക് ആസിഡ് സൊല്യൂഷൻ ആയിരിക്കും. അത് കഴിഞ്ഞാൽ ഗ്ലൂക്കോസ് സൊല്യൂഷൻ ആയിരിക്കും. ഏറ്റവും പതുക്കെ ബോയിൽ ചെയ്യുന്നത് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ ആയിരിക്കും. ഇവിടെ ഏറ്റവും മുന്നേ ഫ്രീസ് ചെയ്യുന്നത് ഫ്രീസിംഗ് പോയിന്റ് കുറഞ്ഞു വരും. ഫ്രീസിംഗ് പോയിന്റ് കുറയുന്നതോറും ഫ്രീസിംഗ് പെട്ടെന്ന് സംഭവിക്കും. അപ്പോൾ ഏറ്റവും മുന്നേ ഫ്രീസ് ചെയ്യുന്ന കാൽസ്യം ക്ലോറൈഡ് ആയിരിക്കും. പിന്നെ സോഡിയം ക്ലോറൈഡ് ആയിരിക്കും. പിന്നെ ഗ്ലൂക്കോസ് ആയിരിക്കും. പിന്നെ ബെൻസോയിക് ആസിഡ് ആയിരിക്കും. പിന്നെ ഈ വെള്ളം ഫ്രീസ് ചെയ്യുള്ളൂ. ഇവിടെ താഴേന്ന് മുകളിലോട്ടുള്ള ടെമ്പറേച്ചർ വരുന്നത് മനസ്സിലായോ? ഇത്രയും ആപ്ലിക്കേഷനിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ സൊല്യൂഷൻസ് പറഞ്ഞ ചാപ്റ്റർ കൂടെ അവസാനിക്കുകയാണ്. നോട്ട്സ് ബാക്കി ഇന്നത്തെ നോട്ട്സും കൂടെ അങ്ങോട്ട് വിടുന്നുണ്ട്. ഇത്തരം ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, പ്രോബ്ലംസ് എല്ലാം ചെയ്ത് പഠിക്കുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ, ഡിഗ്രി ഓഫ് അസോസിയേഷൻ ഇതൊക്കെ കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലം കൂടെ അവിടെ ഉണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ ഡയറക്റ്റ് ക്ലാസ്സിൽ പഠിപ്പിക്കാം. 2 പ്രോബ്ലം സാധാരണ നമ്മുടെ അക്കാഡമിക് പരീക്ഷയ്ക്ക് ചോദിക്കാറില്ല. എൻട്രൻസിന് വേണ്ടിയിട്ട് അത് അറിഞ്ഞിരിക്കണം. അത് നമ്മൾ ലൈവ് ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ടെസ്റ്റ് പേപ്പറിന് തയ്യാറായിക്കോളൂ. ഓക്കെ.